ഓക്കെ, ഇന്നും നമുക്കിവിടെ പണിയാൻ കിട്ടിയത് ഒരു വിൻഡോസ് 11 ലാപ്ടോപ്പാണ്. സ്പെക്കൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. നമുക്ക് കിട്ടിയത് ഒരു 11th Gen i5 16GB റാമും 1650 മാക്സ് ക്യൂ ഗ്രാഫിക്സ് കാർഡുള്ള ഒരു MSI ലാപ്ടോപ്പാണ്. ഇത് ചെയ്യാൻ പോകുന്നത് വിൻഡോസ് 11 റീഇൻസ്റ്റാളേഷൻ ആണ്. അപ്പോൾ നമുക്ക് റീസെറ്റ് ചെയ്യുന്ന പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ സെറ്റിങ്സിൽ പോവാം. ഓക്കെ, നമുക്കിപ്പോൾ ഇനി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഫൈൻഡ് സെറ്റിംഗ് ഉണ്ട്. അതിൽ റീസെറ്റ് ദിസ് പി സി, റീസെറ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നത്, ഇപ്പോൾ റീസെറ്റ് ദിസ് പി സി എന്ന് വരും. ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഈ കാണുന്ന ഓപ്ഷൻ റീസെറ്റ് ദിസ് പി സി, അതിലിപ്പുറത്ത് റീസെറ്റ് ഉണ്ട്. അപ്പോൾ ക്ലിക്ക് ചെയ്യുക. ഒരു മിനിറ്റ്, ഒന്നും കൂടെ ഒന്ന് റീസെറ്റ് ചെയ്ത് കൊടുത്തു നോക്കാം. നമുക്ക് റീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. ഇപ്പോൾ കണ്ടതുപോലെ തന്നെ റീസെറ്റ് പി സി കൊടുത്തു കഴിഞ്ഞാൽ സെറ്റിങ്സ് വിൻഡോ ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ അഡ്വാൻസ് സ്റ്റാർട്ടപ്പിൽ താഴെ തന്നെ അതിൽ റീസ്റ്റാർട്ട് ആവുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അന്നേരം ഉള്ള പ്രശ്നം വെച്ചാൽ നമുക്ക് ക്യാപ്ചർ കാർഡിൽ ആ ഫീഡ് കിട്ടത്തില്ല. നമ്മൾ ഈ നേരെ ക്യാമറയിലേക്ക് പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ സെറ്റിങ്സിനകത്താണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഡ്വാൻസ് സ്റ്റാർട്ടപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്യാപ്ചർ കാർഡിൽ വീഡിയോ ഫീഡ് കിട്ടത്തില്ല. നമുക്ക് ഇവിടെ നിന്ന് തന്നെ റീസ്റ്റാർട്ട് നൗ കൊടുക്കാം. ഇതിൽ വി വിൽ റീസ്റ്റാർട്ട് യുവർ ഡിവൈസ് സോ സേവ് യുവർ വർക്ക്. നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, നേരെ റീസ്റ്റാർട്ട് കൊടുക്കുന്നു. പ്ലീസ് വെയിറ്റ്. MSIയുടെ ലോഗോ വന്നു. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ടപ്പ് മെനു. നമുക്കിതിൽ ട്രബിൾ ഷൂട്ട് യുവർ പി സി, റീസെറ്റ് ദിസ് പി സി. ഇതിൽ നമ്മൾ ഫയലൊന്നും വയ്ക്കുന്നില്ല, നമ്മൾ ഫുള്ള് റീഇൻസ്റ്റാളേഷന് വേണ്ടി പോകണം. റിമൂവ് എവരിത്തിങ് കൊടുക്കുകയാണ്. ഓക്കെ, നമുക്കിപ്പോൾ നെറ്റ് ഒരു ഇത്തിരി വിഷയമുള്ളതുകൊണ്ട് നമ്മൾ ക്ലൗഡ് ഡൗൺലോഡ് കൊടുക്കുന്നില്ല, നമ്മൾ ലോക്കൽ റീഇൻസ്റ്റാൾ കൊടുക്കുകയാണ്. ഗെറ്റിംഗ് തിങ്സ് റെഡി. നമ്മളിത് ജസ്റ്റ് റിമൂവ് മൈ ഫയൽസ് കൊടുക്കുന്നില്ല, പകരം ഫുള്ളി ക്ലീൻ ദ ഡ്രൈവാണ് കൊടുക്കുന്നത്. ഗെറ്റിംഗ് തിങ്സ് റെഡി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ റീസെറ്റ് ചെയ്യുമ്പോൾ എന്താണ് പറ്റുന്നത് എന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. റിമൂവ് ഓൾ പേഴ്സണൽ ഫയൽസ് ആൻഡ് അക്കൗണ്ട്സ് ഓൺ ദിസ് ഡിവൈസ്, റിമൂവ് എനി ചേഞ്ചസ് മെയ്ഡ് ടു സെറ്റിംഗ്സ്, റിമൂവ് ഓൾ ആപ്സ് ആൻഡ് പ്രോഗ്രാംസ് ദാറ്റ് ഡിഡ്ന്റ് കം വിത്ത് ദ പി സി, റീഇൻസ്റ്റാൾ വിൻഡോസ് ഫ്രം ദിസ് ഡിവൈസ്. ഇനി നമുക്ക് ഇവിടെ റീസെറ്റ് കൊടുക്കാം. അങ്ങനെ റീസെറ്റിംഗ് ദിസ് പി സി ഇതാണ്. ഇതിനി കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കാണിച്ചു തരാം. അങ്ങനെ അവസാനം റീസെറ്റിംഗ് പ്രൊസീജിയർ 99% ആയി. ബൂട്ടായി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഇപ്പോൾ സിസ്റ്റം റീസ്റ്റാർട്ട് ആവുകയാണ്. ലോഡിങ് തുടങ്ങി. പ്രിപ്പയറിങ്. ഇവിടെ ഇൻസ്റ്റാളിങ്ങും കഴിഞ്ഞെന്ന് തോന്നുന്നു. അങ്ങനെ ഇൻസ്റ്റാളിങ് സ്റ്റാർട്ടായിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് സ്ക്രീൻ റെക്കോർഡിൽ തന്നെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഒരു കമ്പ്യൂട്ടർ മേ റീസ്റ്റാർട്ട് ഫ്യൂ ടൈംസ് എന്നാണ് കാണിക്കുന്നത്. നോക്കാം അതെങ്ങനെയാണ്. അതാ എല്ലാം റെഡിയായി. ഇനി നമുക്ക് സെറ്റപ്പ് പ്രോസസ്സ് തുടങ്ങാം. കൺട്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യ. ഇന്ത്യ എസ് എന്നാ ഇംഗ്ലീഷ് ഇന്ത്യ. സെക്കൻഡ് ലേഔട്ട് വേണ്ട, സ്കിപ്പ്. വൈഫൈയിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് റെഡി. നെക്സ്റ്റ് ചെക്കിംഗ് ഫോർ അപ്ഡേറ്റ്സ്. എഗ്രിമെൻ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു. സൈൻ ഇൻ.
സൈൻ ഇൻ ചെയ്യാം. നെക്സ്റ്റ് പാസ്വേഡ് ടൈപ്പ് ചെയ്തോളൂ. അല്ല, റീസ്റ്റോർ ചെയ്യാൻ പോയാൽ എല്ലാം വരും. വെൽക്കം ട്രാക്ക് ഇതൊക്കെ നീ ഹൈഡ് ചെയ്യണം. ഒക്കെ ചെയ്തോളൂ. സെറ്റപ്പ് ആസ് ന്യൂ PC. അത് ഓൾറെഡി 2 ബാക്കപ്പുകൾ ഉള്ളതായിട്ട് കാണിക്കുന്നു. നമുക്ക് ഈ ബാക്കപ്പുകളൊന്നും വേണ്ട, ന്യൂ PC ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ സെറ്റ് ആസ് ന്യൂ PC കൊടുക്കുക. ഇത് നമുക്ക് എന്നിട്ടൊരു പിൻ ക്രിയേറ്റ് ചെയ്യാം ലോഗിൻ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമ്മുടെ പ്രൈവസി സെറ്റിങ്സിൽ ഇതെല്ലാം ഓഫ് ചെയ്യാം. ലൊക്കേഷൻ വേണ്ട, ഫൈൻഡ് മൈ ഡിവൈസ് വേണ്ട, ഡയഗ്നോസ്റ്റിക് ഡാറ്റ വേണ്ട, ഇങ്കിങ് ആൻഡ് ടൈപ്പിംഗ് ടൈലർ എക്സ്പീരിയൻസ് വേണ്ട, അഡ്വർടൈസിങ്ങും വേണ്ട. ഇനി എക്സെപ്റ്റ് ചെയ്യാം. നമ്മൾ ക്രിയേറ്റിവിറ്റിയും എൻ്റർടൈൻമെൻറ്റുമാണ്, പിന്നെ ഗെയിമിങ്ങുമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ ഇത് 3 ടിക്ക് ചെയ്തിട്ട് എക്സെപ്റ്റ് എടുക്കുക. മൈക്രോസോഫ്റ്റ് ഫോൺ ലിങ്കാണ്, ഇത് ആവശ്യമില്ല, നമുക്ക് സ്കിപ്പ് അടിക്കുക. അങ്ങനെ അതാ വിൻഡോസ് 11 ലോഡ് അയക്കുകയാണ്. സമ്മതനായ മുന്നേ. ഓക്കെ, അങ്ങനെ നമ്മൾ ലാപ്ടോപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടേക്കാം. ദാറ്റ്സ് ഓഫ് ഫോർ നൗ. ബൈ.